നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള ആഡംബര അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ കൊടും തണുപ്പുള്ള ആ രാത്രിയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. മേഘ്ന, 24 വയസ്സിന്റെ പ്രസരിപ്പും എന്നാൽ മനസ്സിൽ വലിയൊരു ശൂന്യതയും പേറുന്ന പെൺകുട്ടി. അച്ഛന്റെ വിയോഗം തളർത്തിയ മനസ്സുമായി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഈ കൊച്ചി നഗരത്തിലേക്ക് വണ്ടി കയറുമ്പോൾ അവൾക്ക് കൂട്ടിന് വലിയ പ്രതീക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കയ്യിലിരുന്ന ചൂട് കാപ്പിയിൽ നിന്നും ഉയരുന്ന പുകയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നായി കടന്നു വന്നു. കുട്ടിക്കാലത്ത് അമ്മ അനുഭവിച്ച വേദനകൾ, അച്ഛന്റെ പെട്ടെന്നുള്ള കോപപ്രകടനങ്ങൾ. പ്രണയമെന്ന വികാരത്തോട് മേഘ്നയ്ക്ക് എവിടെയോ ഒരു ഭയമുണ്ടായിരുന്നു. ആ ഭയത്തെ മറികടക്കാനാണ് അവൾ ഈ രാത്രിയിലെ ഈ തണുത്ത കാറ്റിലേക്ക് ഇറങ്ങി നിന്നത്. പെട്ടെന്നാണ് ടെറസിന്റെ കനത്ത ഇരുമ്പുവാതിൽ തുറക്കപ്പെട്ടത്. കനത്ത ബൂട്ടുകളുടെ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. മേഘ്ന ഞെട്ടി തിരിഞ്ഞു നോക്കി. അവിടെ ഒരു യുവാവ് നിൽപ്പുണ്ടായിരുന്നു. ഉയരമുള്ള ജിമ്മിൽ പോയി നന്നായി കാത്തു സൂക്ഷിച്ച ശരീരപ്രകൃതിയുള്ള ഒരാൾ. അവന്റെ കണ്ണുകളിൽ കടുത്ത ദേഷ്യവും നിരാശയും നിഴലിച്ചിരുന്നു. വന്നപാടെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കസാരയിലേക്ക് ആഞ്ഞു ചവിട്ടി. കസാര ദൂരേക്ക് തെറിച്ചു വീണ് തകർന്നുപോയി. മേഘ്ന ഭയത്തോടെ പിന്നോട്ട് മാറി. ആരാണ്? എന്തെവിടെ? അവൾ പതറിയ ശബ്ദത്തിൽ ചോദിച്ചു. അവൻ പെട്ടെന്നാണ് അവളെ ശ്രദ്ധിച്ചത്. അവളുടെ കണ്ണുകളിലെ ഭയം കണ്ടിട്ടാകണം അവന്റെ മുഖത്തെ വലിഞ്ഞു മുറുകൽ ചെറുതായിട്ടൊന്നയഞ്ഞു. അവൻ തന്റെ തലമുടിയിലൂടെ കൈയോടിച്ചു. കനത്തൊരു നെടുവീർപ്പോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഐ ആം സോറി, നിന്നെ പേടിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഒരു സർജറി എന്റെ കൈകളിൽ കിടന്നാണ് ഒരു പേഷ്യന്റ് ഇന്ന്. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, അവൻ തന്റെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അവന്റെ പേര് റയാൻ എന്നായിരുന്നു. നഗരത്തിലെ പ്രശസ്തനായ ഒരു യങ് ന്യൂറോ സർജൻ. പണവും പ്രശസ്തിയും സൗന്ദര്യവും ഒത്തിണങ്ങിയ, എന്നാൽ പ്രണയത്തോടും ദാമ്പത്യത്തോടും ഒട്ടും താല്പര്യമില്ലാത്ത, വെറും ശാരീരിക സുഖങ്ങൾക്കപ്പുറം ഒന്നിനും വില കൽപ്പിക്കാത്ത ഒരാൾ. ആ രാത്രിയിൽ ആ ടെറസിന്റെ മുകളിൽ വെച്ച് അവർ സംസാരിച്ചു തുടങ്ങി. രണ്ടുപേരും അപരിചിതരായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. റയാന്റെ ബോൾഡായ സംസാരവും രൂപവും മേഘ്നയിൽ ഒരു ചെറിയ വിറയലുണ്ടാക്കി. ആദ്യമായിട്ടാണ് ഒരു പുരുഷന്റെ സാമീപ്യം അവളെ ഇത്രയധികം അസ്വസ്ഥമാക്കുന്നത്, അതേസമയം ആകർഷിക്കുന്നതും. നീ വളരെ ബ്യൂട്ടിഫുൾ ആണ് മേഘ്ന, പ്രത്യേകിച്ച് നിന്റെ ഈ കണ്ണുകൾ. റയാൻ അവളെ തൊട്ടടുത്ത് വന്നു നിന്നു. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. റയാൻ, നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ടതേ ഉള്ളൂ. മേഘ്നയുടെ ഹൃദയം പടപടായിടിച്ചു. അറിയാം, പക്ഷേ ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവൻ അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന ഒരു കൂട്ടം മുടിയിഴകൾ പതുക്കെ ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ചു. അവന്റെ വിരലുകൾ അവളുടെ കവളിൽ തൊട്ടപ്പോൾ മേഘ്നയുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുത തരംഗം പാഞ്ഞുപോയി. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. റയാൻ പതുക്കെ അവളെ ചുണ്ടുകളിലേക്ക് അടുത്തു. രണ്ട് അപരിചിതർക്കിടയിൽ ആ തണുത്ത രാത്രിയിൽ ഒരു തീപ്പൊരി പടരുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് മേഘ്ന റയാനെ പതുക്കെ തള്ളിമാറ്റി. വേണ്ട റയാൻ, എനിക്കിതിനൊന്നും താല്പര്യമില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിയോടി. റയാൻ ഒരു പുഞ്ചിരിയോടെ അവൾ പോകുന്നു നോക്കി അവിടെ തന്നെ നിന്നു. മാസങ്ങൾ കടന്നുപോയി. മേഘ്ന സ്വന്തമായി ഒരു ബോട്ടിക്കാൻ കഫേ നഗരത്തിൽ ആരംഭിച്ചു. അതിന്റെ തിരക്കുകളിലേക്ക് അവൾ മുഴുകി. എങ്കിലും പല രാത്രികളിലും റയാന്റെ ആ വിരൽ സ്പർശവും അവന്റെ കാന്തിക വലയമുള്ള കണ്ണുകളും അവൾ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയിരുന്നു. ഒരു ശനിയാഴ്ച വൈകുന്നേരം അവളുടെ കഫേയിലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വന്നു. കറുത്ത ഷർട്ടും ജീൻസും അണിഞ്ഞ് ആൺകാരത്തിന്റെ പ്രൗഢിയോടെ നിൽക്കുന്ന റയാൻ. അവനെ കണ്ടതും മേഘ്നയുടെ കയ്യിലിരുന്ന ഫയലുകൾ താഴെ വീണു.
റയാൻ പതുക്കെ നടന്നു വന്ന് ആ ഫയലുകൾ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മിസ് ചെയ്തു എന്നെ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. റയാൻ, താനിങ്ങനെ ഇവിടെ? മേഘ്നയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്നെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മേഘ്ന. അന്ന് ആ ടെറസിൽ വെച്ച് നിന്നെ തനിച്ചാക്കി പോയ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്. ഒരു സർജറിയിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. അവൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഫേയിലെ ജീവനക്കാരെല്ലാം പുറത്തുപോയ സമയമായിരുന്നു അത്. റയാൻ മേഘ്നയെ പതുക്കെ കഫേയുടെ ഒരു കോണിലുള്ള ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ ശരീരം കൊണ്ട് അവൻ അവളെ പൂർണ്ണമായും മറച്ചു. റയാൻ, ആരെങ്കിലും കാണും, വിട്. മേഘ്നയുടെ ശ്വാസം വേഗത്തിലായി. ആരും കാണില്ല മേഘ്ന. അവൻ അവളെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ താടിയുടെ പരുക്കൻ സ്പർശം അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. മേഘ്നയ്ക്ക് പിന്നീട് എതിർക്കാൻ തോന്നിയില്ല. അവൾ റയാന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. റയാൻ പതുക്കെ അവളെ ചുണ്ടുകളെ തന്റെ അധരങ്ങൾക്കുള്ളിലാക്കി. അതീവ തീവ്രവും ആഴത്തിലുള്ളതുമായ ഒരു ചുംബനം. അവർക്കിടയിലെ ദൂരം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. മേഘ്നയുടെ ഉള്ളിലെ പ്രണയത്തിന്റെ അണക്കിട്ട് പൊട്ടിയൊലിച്ചു. റയാന്റെ ഓരോ സ്പർശനവും അവളെ ഒരു പുതിയ ലോകത്തേക്ക് എത്തിച്ചു. അവർ ഒരുമിച്ചുള്ള ആദ്യത്തെ ആ സുന്ദര നിമിഷം ആ കഫേക്കുള്ളിൽ വെച്ച് ജനിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം അവർ പ്രണയത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. റയാന്റെ പ്രണയം അത്രമേൽ തീവ്രവും ശാരീരികവുമായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും മേഘ്നയുടെ ഉള്ളിൽ ഒരു ഭയം ബാക്കിയുണ്ടായിരുന്നു. റയാന്റെ ഈ അമിതമായ ആവേശവും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ദേഷ്യവും ഭാവിയിൽ എങ്ങോട്ടാണ് ചെന്നെത്തുക? അതേസമയം മേഘ്നയുടെ കഫേയിലേക്ക് വരാൻ പോകുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവളുടെ പഴയകാല ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, അവൾക്ക് പ്രണയത്തിന്റെ ആദ്യ അർത്ഥം പറഞ്ഞുകൊടുത്ത അവളുടെ ആദ്യ കാമുകൻ. അങ്ങനെ നമ്മുടെ പുതിയ സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണേ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.